സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. മത്തായി എഴുതിയ സുവിശേഷം ഇപ്പോൾ നാം വായിച്ചു കേട്ടത് 10-ാം അധ്യായം 39-ാം തിരുവചനം. ഈശോ മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, മാർ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുന്നു. ഗീവർഗീസ് സഹദായിക്ക് പൗരസ്ത്യ സഭകളിൽ അതിപ്രധാനമായ ഒരു സ്ഥാനവും വണക്കവും ഉണ്ട്. അപ്രകാരം പൗരസ്ത്യ സുറിയാനി സഭയുടെ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഭാരതത്തിൽ നമുക്ക് ഈ വിശുദ്ധനോടുള്ള വണക്കം ലഭിച്ചത്. പൗരസ്ത്യ സഭകളിൽ നിന്ന് ഈ ഗീവർഗീസ് സഹദായോടുള്ള വണക്കം ഇംഗ്ലണ്ട് രാജ്യത്തിലും വളരെ കാലം മുമ്പ് തന്നെ എത്തി. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രൈസ്തവർക്കെതിരെ പീഡനങ്ങളുണ്ടായ സന്ദർഭത്തിൽ ക്രൈസ്തവരെ കൊല ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൽപ്പന ചക്രവർത്തിയിൽ നിന്ന് സൈന്യത്തിൽ പടയാളിയായിരുന്ന ഗീവർഗീസിന് ലഭിച്ചു. എന്നാൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിരുന്ന ഗീവർഗീസ് വിശ്വാസികളെ കൊന്നൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ചക്രവർത്തിയുടെ കൽപ്പന അനുസരിക്കുവാനുള്ള തൻ്റെ നിർവാഹമില്ലായ്മ അറിയിച്ചു. ഒരിക്കലും ക്രൈസ്തവരെ ഞാൻ കൊല ചെയ്യുകയില്ല എന്ന്. അതിൻ്റെ പേരിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണ് ഗീവർഗീസ് സഹദ. ആ ഒരു വിരോചിതമായ വിശ്വാസ സാക്ഷ്യം, ആ രക്തസാക്ഷിത്വം അന്ന് അറിയപ്പെട്ടിരുന്ന ക്രൈസ്തവ സഭയിൽ വ്യാപിച്ചു. ഗ്രീസിലും സിറിയയിലും ഇറാഖിലും ഒക്കെ ആയിട്ട് അതങ്ങ് വ്യാപിച്ചു. അന്നത്തെ റോമാ സാമ്രാജ്യം മുഴുവനിലും. ഇപ്പോൾ നാം ഈ ചരിത്ര സംഭവത്തെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതിയും ക്രിസ്തുവിൽ വിശ്വാസം സ്വീകരിച്ചിരുന്ന തൻ്റെ സഹവിശ്വാസികളെ പ്രതിയും രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ. ഇന്നത്തെ ഈ തിരുനാളിന് ദൈവവചനത്തിൽ നിന്നും നാം അർത്ഥം കണ്ടെത്തുന്ന വചനങ്ങളാണ് ആരംഭത്തിൽ ഞാൻ വായിച്ചത്. പ്രിയമുള്ളവരെ, സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. കണ്ടെത്തുന്നവൻ എങ്ങനെയാണ് നഷ്ടപ്പെടുത്തുന്നത്? നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് കർത്താവ് പറയുകയാണ്, എന്നെപ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. സ്വയം കണ്ടെത്തിയവൻ അത് നഷ്ടപ്പെടുത്തും. തൻ്റെ ജീവൻ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവൻ, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയല്ല, അവിടുത്തെ നീതിക്ക് വേണ്ടിയല്ല, പിന്നെയോ തൻ്റെ ഈ ഭൗതിക ജീവിതത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി, അതിൻ്റെ വിജയത്തിന് വേണ്ടി, അതിൽ തൻ്റേതായ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പണസമ്പാദനത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി, സ്വാധീനത്തിന് വേണ്ടി, ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി, ആഡംബരങ്ങളിൽ മുഴുകുന്നതിന് വേണ്ടിയൊക്കെ ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. അവനൊരിക്കലും ദൈവത്തിൻ്റെ നീതി അനുസരിച്ചുള്ള രക്ഷ സ്വീകരിക്കാൻ സാധിക്കുകയില്ലെന്നാണ് കർത്താവ് പറയുന്നത്. എന്നാൽ എന്നെ പ്രതി എൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മാതൃക സ്വീകരിച്ചുകൊണ്ട്
നിങ്ങൾ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അത് നിങ്ങൾ കണ്ടെത്തും. അതൊരു നഷ്ടപ്പെടുത്തലല്ല, അതൊരു കണ്ടെത്തലാണ്. ഇതാണ് കർത്താവായ ഈശോ മിശിഹ നമുക്ക് കാണിച്ചു തന്ന രക്ഷയുടെ പാത. പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയവനാണ് കർത്താവ്. എന്നാൽ അവിടുന്ന് അത് തൻ്റെ പിതാവിൽ വീണ്ടും സ്വീകരിച്ചവനാണ്. അവൻ കുരിശിൽ നഷ്ടപ്പെടുത്തിയ ജീവൻ കുരിശിൽ നിന്നുള്ള ഉത്ഥാനത്തിലൂടെ വീണ്ടും കണ്ടെത്തി. ഇതാണ് നമുക്കും കർത്താവ് വിധിച്ചിരിക്കുന്ന ജീവിതപാത. ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നവരാണ് പ്രിയമുള്ളവരെ തങ്ങളെ തന്നെ, തങ്ങളുടേതായ വ്യക്തി താല്പര്യങ്ങളെ, മോഹങ്ങളെ, ഈ ലോക ജീവിത സുഖങ്ങളെ ഒക്കെ പരിത്യജിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് ഈശോ മിശിഹായിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്ന സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, സ്നേഹത്തിനു വേണ്ടി, കാരുണ്യത്തിനു വേണ്ടി, ക്ഷമയ്ക്ക് വേണ്ടി, ദയയ്ക്ക് വേണ്ടി ഒക്കെ ചെലവഴിക്കുമ്പോൾ അത് കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള അനേകായിരങ്ങളെ, രക്തം ചിന്തി രക്തസാക്ഷിത്വം വരിച്ചവരെ മാത്രമല്ല, അനുദിന ജീവിതത്തിലൂടെ രക്തസാക്ഷിത്വം വരിച്ച അനേകരെ നമുക്ക് കാണാൻ സാധിക്കും. അൽഫോൻസാമയുടെ ദൈനംദിന ജീവിത രക്തസാക്ഷിത്വത്തിൻ്റെ സാക്ഷ്യം സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മുടെ അയൽവക്കത്ത് അൽഫോൻസാമയുടെ ഭൗതിക ശരീരം വിശ്രമിക്കുന്നുണ്ട്. അൽഫോൻസാമ തൻ്റെ ജീവൻ പിതാവായ ദൈവത്തിൽ കണ്ടെത്തി അവിടുത്തെ മഹത്വത്തിലായിരിക്കുന്നവനാണ്. ഈ ലോക സുഖങ്ങളെല്ലാം വെടിഞ്ഞ് തനിക്ക് ദൈവം നൽകിയ രോഗത്തെ, മാറാ രോഗത്തെ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ കഷ്ടതകളും സഹനവുമെല്ലാം ദൈവമഹത്വത്തിനു വേണ്ടി സ്വീകരിച്ചുകൊണ്ട് ജീവിച്ച അൽഫോൻസാമ ആ സഹനത്തിലൂടെ ജീവൻ വീണ്ടും പ്രാപിച്ചു. ഇതുതന്നെയാണ് വിശുദ്ധ ഗീവർഗീസിലും വിശുദ്ധ സെബസ്ത്യാനോസിലും വിശുദ്ധ ദേവസഹായത്തിലും വാഴ്ത്തപ്പെട്ട റാണി മരിയാമ്മയിലും അതുപോലെ ചരിത്രത്തിൽ നീതിക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി, സുവിശേഷത്തിനു വേണ്ടി ജീവിതത്തെ യാഗം ചെയ്ത അനേകരുടെ ജീവിതങ്ങളിൽ നമ്മൾ കാണുന്നു. കർത്താവായ ഈശോ മിശിഹായുടെ രക്തസാക്ഷിത്വം, രക്തം ചിന്തൽ നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി എന്ന് വരികിൽ ആ രക്തം ചിന്തലിനോടുകൂടി രക്തം ചിന്തുന്നവരായ അവിടുന്ന് വിശ്വസിക്കുന്ന എല്ലാവരുടെയും രക്തസാക്ഷിത്വം മനുഷ്യ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് സഹായകമായി തീരുകയാണ്. കർത്താവിൻ്റെ മാതൃക ഇന്ന് രക്തസാക്ഷികളിലൂടെ, വിരോചിതമായ രക്തസാക്ഷിത്വത്തിലൂടെ സഭയിൽ തുടരുന്നു, സമൂഹം കാണുന്നു. അതിനനുസരിച്ച് കർത്താവിൻ്റെ സുവിശേഷത്തിന് കാലികമായ പ്രസക്തി ഉണ്ടാകുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ഇന്നത്തെ ഈ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷത്തിൽ നാം പഠിക്കേണ്ട പാഠം. ഒരിക്കലും നാം കാണുന്ന ബാഹ്യമായിട്ടുള്ള ആകർഷണങ്ങളും നമ്മുടേതായ സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും നാം മുഴുകുന്നതായിട്ടുള്ള ജടിക സുഖങ്ങളും നാം കണ്ടെത്തുന്നതായിട്ടുള്ള ഈ ലോകത്തിലെ സമ്പത്തും ഒന്നുമല്ല നമ്മുടെ അടിസ്ഥാനപരമായ രക്ഷയ്ക്ക് കാരണമായി തീരുന്നത്. ഇതെല്ലാം നമ്മൾ വിനിയോഗിക്കേണ്ടത് ദൈവത്തിൻ്റെ മഹത്വത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കും അവരുടേതായ ജീവിതത്തിൻ്റെ സുസ്ഥിതിക്കും വേണ്ടിയാണ്. അങ്ങനെ സ്നേഹത്തിൻ്റേതായ, കാരുണ്യത്തിൻ്റേതായ ഒരു സാക്ഷ്യം കൊടുത്തുകൊണ്ട് കർത്താവായ ഈശോ മിശിഹായോടൊപ്പം നാം നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തുമ്പോൾ അവിടുന്ന് നാം അത് കണ്ടെത്തും. ആ കണ്ടെത്തുന്ന പ്രക്രിയയാണ് വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രക്രിയ. മാർ ഗീവർഗീസ് ഇന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, 3-4 വർഷം മുമ്പ് എത്യോപ്യയിലെ 21 യുവജനങ്ങൾ ലിബിയയിൽ വെച്ച് കടൽ തീരത്ത് രക്തസാക്ഷികളായി. അവരവരുടെ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് വധിക്കപ്പെട്ടത്. കഴുത്തറുത്ത് വധിക്കപ്പെട്ടതും അവരുടെ രക്തം കടലിലേക്ക് ഒഴുകുന്നതുമൊക്കെ നമ്മൾ
സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. അപ്പോഴും അവർ വിളിച്ചു പറഞ്ഞു, കർത്താവായ ക്രിസ്തു വിജയിക്കട്ടെ എന്ന്. അപ്പോൾ ഈ ധീരതയാണ് ഈ വിശ്വാസത്തിനു വേണ്ടി, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഈശോ മിശിഹായിലൂടെ നൽകിയ ആ നിത്യമായ സന്ദേശത്തിനും സാക്ഷ്യത്തിനും വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസികളായ നമ്മുടെ ഭാഗധേയം. നമുക്ക് വച്ചു നീട്ടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ജീവിതപാത, അതിലൂടെയാണ് നമ്മൾ വാസ്തവത്തിൽ രക്ഷ കണ്ടെത്തുന്നതും അനേകർക്കും രക്ഷയുടേതായ സന്ദേശവും ജീവനും പകരുന്നതും. കർത്താവ് നമ്മളോട് പറഞ്ഞില്ലേ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. നിലത്ത് വീണ് അഴിഞ്ഞാൽ അതിൽ നിന്ന് ജീവൻ പൊട്ടിമുളയ്ക്കും. അത് ചെടിയായി പുഷ്പിച്ച് ഫലം പുറപ്പെടുവിച്ച് നമുക്ക് ഫലം തരും. ഇത് തന്നെയാണ് നമ്മിലൂടെയും സംഭവിക്കേണ്ടത്. നാം അഴിയണം. നമ്മുടെ അഴിവിൽ നിന്നാണ് നമുക്ക് ജീവൻ്റെ മിഴിവ് ലഭിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ജീവൻ എപ്പോഴും അങ്ങനെയാണ്. കർത്താവ് പറഞ്ഞു, ഒരു സ്ത്രീക്ക് പ്രസവ സമയമാവുമ്പോൾ അവൾ ദുഃഖിക്കുന്നു, പ്രസവ വേദന അവളെ വിഷമിപ്പിക്കുന്നു. എന്നാൽ ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ ഉടനെ അവൾ സന്തോഷിക്കുന്നു. അവളുടെ പ്രസവ വേദന അവൾ മറന്നുപോകുന്നു. വേദനയിൽ നിന്ന് വരുന്ന ജീവനാണ് പിന്നീട് അവൾക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്നതെന്ന് വരികിൽ, ഈ ജീവൻ വീണ്ടും പ്രാപിക്കുന്നതിന് വേണ്ടി അതിനെ ത്യാഗപൂർവം സമർപ്പിക്കുന്നവരാണ് ജീവൻ കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള ഒരു സമർപ്പണം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നിർവഹിക്കണം. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി നിർവഹിക്കണം. ഒരു കുടുംബം മറ്റൊരു കുടുംബത്തിന് വേണ്ടി നിർവഹിക്കണം. ഒരിടവക മറ്റൊരു ഇടവകയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിന് വേണ്ടി നിർവഹിക്കണം. രക്തസാക്ഷിത്വം ദൈനംദിനം നിർവഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ പരിത്യാഗത്തിൽ നമ്മുടെ ആത്മപരിത്യാഗങ്ങളെ നാം ഉൾച്ചേർക്കുമ്പോഴാണ് നമ്മൾ ജീവൻ കണ്ടെത്തുന്നത്. ജീവൻ എപ്പോഴും അഴിവിൻ്റെ, ദുഃഖത്തിൻ്റെ, സഹനത്തിൻ്റെ ഒരു സ്വഭാവം കാട്ടുന്നു എന്ന് വരികിലും അതിൽ നിന്നും ഉരുത്തിരിയുന്ന സുഖവും സന്തോഷവും സംതൃപ്തിയും അത് നിത്യനൂതനമാണ്. കർത്താവ് നൽകുന്നതാണ്. നിത്യമായ ജീവൻ്റെ അനുഭവമാണ്. അപ്രകാരമുള്ള ഒരു നിത്യജീവൻ കണ്ടെത്തുന്നവരാണ് രക്തസാക്ഷികളെന്ന് നാം ഓർത്തിരിക്കുക. ഈ ഒരേ ഒരു സന്ദേശമേ ഈ റാസയുടെ മധ്യത്തിൽ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുള്ളൂ. കാരണം ഇത് തന്നെയാണ് എല്ലാ വായനകളിലും ഇന്ന് നമുക്കായി നൽകപ്പെട്ട സന്ദേശം. ദാനിയേൽ സിംഹക്കുടിയിലേക്ക് എറിയപ്പെട്ടു. എന്തിന്? യഥാർത്ഥമായിട്ട് അവന് വെളിപ്പെടുത്തപ്പെട്ട് അന്ന് കിട്ടിയിരുന്ന ദൈവത്തിലുള്ള വിശ്വാസം നിഷേധിച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കുവാനുള്ള രാജകൽപ്പനയെ അവൻ നിഷേധിച്ചതുകൊണ്ട്. പക്ഷേ അവൻ സിംഹമധ്യേ സുരക്ഷിതനായി തീർന്നു. തീച്ചൂളയിൽ അറിയപ്പെട്ട ബാലന്മാരുടെ കാര്യം നമുക്കറിയരുതോ? അവർ ആ തീച്ചൂളയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കീർത്തനങ്ങൾ പാടി. പത്രോസ് ശ്ലീഹ കാരാഗ്രഹത്തിൽ അടിക്കപ്പെട്ടെങ്കിലും ദൈവജനം മുഴുവൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം അവനെ സ്വതന്ത്രനാക്കുന്ന കഥയും നമ്മൾ ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളെന്ന ഗ്രന്ഥത്തിൽ നിന്നും വായിച്ചു കേട്ടു. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ പ്രിയമുള്ളവരെ നാം വിശ്വസിക്കുന്ന ആ കർത്താവായ ഈശോ മിശിഹായിലുള്ള നമ്മുടെ രക്ഷയുടെ അനുഭവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മിലേക്കും ജീവൻ്റേതായിട്ടുള്ള ആ സൽഫലങ്ങൾ നമുക്ക് ലഭിക്കുവാൻ സാധിക്കും. ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. അതേ ആത്മാവിൽ നമുക്ക് ജീവൻ പ്രാപിക്കുവാൻ സാധിക്കും. ഈ സന്ദേശം നമുക്കിന്ന് സ്വീകരിക്കാം. നമ്മുടെ കുടുംബങ്ങളിലെ ത്യാഗങ്ങൾ, നമ്മുടെ സമൂഹ ജീവിതത്തിലെ ത്യാഗങ്ങൾ, നാം ഏറ്റെടുക്കുന്ന ഏതൊരു കഷ്ടതയും അത് കർത്താവിന് വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ്, സ്നേഹത്തിന് വേണ്ടിയാണ് എന്ന് വരികിൽ അതിന് ഫലമുണ്ടാകുമെന്ന് നാം ഓർത്തിരിക്കുക. അങ്ങനെ ഫലം പുറപ്പെടുവിച്ചവരാണ് സഭയുടെ ആ വിശുദ്ധിയുടെ ഭാണ്ഡാകാരത്തിൽ നമ്മെ എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിശുദ്ധി നമ്മുടെ വിശുദ്ധിക്ക് നിദാനമായി തീരുന്നു. കർത്താവിൻ്റെ രക്ഷ അവർ വഴിയായി നമുക്കും ലഭിക്കുന്നു. അവരെ നമ്മൾ വണങ്ങുന്നു, അവരുടെ പേരിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന്നും നമുക്ക് തുടരാം. നമുക്കെല്ലാവർക്കും വർഗീസ് സഹദായുടെ തിരുനാൾ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു. നാം ഇപ്പോൾ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവത്തെ പ്രകീർത്തിക്കുകയാണ്. ഈ
റാസയിൽ, ഏറ്റവും ആഘോഷപൂർവമായ നമ്മുടെ സഭയുടെ കുർബാനയിൽ ഈ പ്രാർത്ഥനകളും സ്തുതിപ്പുകളും അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള നമ്മുടെ ശുശ്രൂഷകളും കർത്താവിന് സ്വീകാര്യമായി തീരുകയാണ്. അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. നാം ചെയ്യുന്ന ആചാരാനുഷ്ഠാനങ്ങളല്ല നമ്മളെ രക്ഷിക്കുന്നത്, പിന്നെയോ കർത്താവിലുള്ള നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് നമ്മളെ പ്രചോദിപ്പിക്കുന്നവനാണ് മാർ ഗീവർഗീസ് സഹദ. ആ ഗീവർഗീസ് കുതിരപ്പുറത്ത് വിജയശ്രീയിൽ ആളിതനായിരിക്കുന്നെങ്കിൽ അതൊരു രക്തസാക്ഷിത്വത്തിന് ശേഷമാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അതുപോലെ രക്തസാക്ഷിത്വത്തിലൂടെ വിജയത്തിലേക്ക് വരുവാനായിട്ട് കർത്താവിനും നമ്മുടെ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സഹനത്തിൻ്റെയും ക്ലേശങ്ങളുടെയും നടുവിൽ നിന്ന് ജീവൻ പ്രാപിച്ച് വിജയശ്രീലാളിതരാകുവാൻ, കർത്താവിനോടൊപ്പം ഉദ്ധിതരാകാൻ ഈ ലോകത്തിലും പരലോകത്തിലും നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.